ഹലോ, ഇവിടുന്ന് തൊട്ടിട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. യെസ്, ആമസോൺ വ്യൂ പോയിന്റ് കാണാനുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ കുറച്ച് കല്ല് കാണുമ്പോൾ ഒന്ന് സമാധാനം ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കല്ലോ. ആമസോൺ വ്യൂ പോയിന്റ് ഇത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ കിഴക്കേ ചാത്തലൂർ ഭാഗത്താണ്. ഈ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ ചാലിയാർ നദി ആമസോൺ നദി പോലെ വളഞ്ഞൊഴുകുന്നതായി തോന്നും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന പേര് വന്നത്. ആ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടത്. നമ്മൾ ഏറ്റവും മുകളിൽ എത്തുന്നവരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പല ആംഗിളിൽ നിന്നായിട്ട് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ അത് വേറൊരു വൈബ് തന്നെ. ആ ഒരു ബ്യൂട്ടി കാണാൻ വേണ്ടിട്ട് നമ്മൾ പോവുകയാണ്. ഇത് എത്തണ്ടേ കൊയങ്ങി ചങ്ങൈമാര്. എന്റെ മോനെ കതച്ചൊരു വൈക്കായിട്ടുണ്ടതാ. ഏകദേശം എത്തിയെന്ന് തോന്നുന്നത്. പോയി നോക്കാം. ഓ മോനെ എന്താ ആളുകളൊക്കെ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ വ്യൂ പോയിന്റ്. അങ്ങനെ കുത്തനെയുള്ള കയറ്റവും പാറക്കെട്ടുകളൊക്കെ താണ്ടിട്ട് നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇതാകും വ്യൂ പോയിന്റ് എന്നൊക്കെ വിചാരിച്ച് സമാധാനിക്കും. കാരണം നടക്കാൻ വയ്യാത്തിനെ കൊണ്ടാണ്. പിന്നെ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കൂടെ തിരിച്ചു വരുന്ന കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എത്ര ദൂരം ഉണ്ട് എന്നുള്ള കാര്യം. ഒരു ടീം എനിക്ക് വെള്ളമൊക്കെ തന്നിട്ടോ ക്ഷീണം കൊണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ ആരോ ഉപേക്ഷിച്ച് വെച്ചിട്ടൊരു വടി കിട്ടിയിട്ടുണ്ട്. കുത്തിപ്പിടിച്ച് നടക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് നല്ലതാണല്ലോ. കാരണം നമ്മൾ കണ്ടതൊന്നുമല്ലേ വ്യൂ. ഇനി അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ആകെപ്പാടുള്ള സമാധാനം എന്താ വെച്ചാല് കുത്തിനുള്ള കയറ്റൊക്കെ നിന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആനപ്പാറ പോലത്തെ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ചെറിയൊരു അഡ്വഞ്ചർ ജേർണി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. സത്യം പറയാലോ, നടന്ന് കാലൊക്കെ അറിഞ്ചും മുറിച്ചും പഞ്ചർ ആയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അങ്ങോട്ട് എത്തുന്ന ലാസ്റ്റ് എന്ന് പറയാൻ ഞങ്ങൾ ലാസ്റ്റ് എൻഡിൽ വരെ പോയിട്ടൊന്നുമില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം, അതായത് കൂടെയുള്ള രണ്ടാൾക്ക് പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു ആവശ്യം വന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റ് വരെ പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും പോയ ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ പോകാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം യാത്രകളിലൊക്കെ നമ്മൾ കൂടെ കിട്ടുന്ന സുഹൃത്തുക്കളിൽ പെട്ടൊരു സുഹൃത്തായിരുന്നു ഇത്. നമ്മൾ ഒറ്റ മൈൻഡിനെ പറ്റി ചില ടീംസിന് കിട്ടൂലേ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് വരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പോയ സ്ഥലം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയ സമയത്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് റിലാക്സ് ഒക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഫസ്റ്റ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടറിഞ്ഞിട്ടല്ലേ പോവുക. ബട്ട് ഞങ്ങൾ ഒന്നും തപ്പിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരും മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ വി ഹാഡ് നോ ഐഡിയ അബൌട്ട് ആമസോൺ വ്യൂ പോയിന്റ്. അതുകൊണ്ട് കാണാൻ അറിഞ്ഞത് അത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നിങ്ങൾ കണ്ടതോ ഞാൻ പറഞ്ഞതോ ഒന്നുമല്ല ആമസോൺ വ്യൂ പോയിന്റ് യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത്. ആകാശം ഏതാ ഭൂമി ഇതെന്ന് അറിയാൻ പറ്റാത്ത കോലത്തിൽ കോടമഞ്ഞൊക്കെ പൊതച്ച് കിടക്കുന്ന ഒരു വ്യൂ ഉണ്ട്. സ്വർഗത്തിലാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു വ്യൂ. ആ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. കാലാവസ്ഥ ഒക്കെ കണ്ടറിഞ്ഞ് നോക്കി വന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ബെറ്റർ. ജൂൺ മുതൽ ജാനുവരി വരെയാണ് ഏർലി മോർണിംഗിൽ അങ്ങനെ ഒരു വ്യൂ കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഗൂഗിൾ അമിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നിങ്ങളൊക്കെ അത് അന്വേഷിച്ച് കണ്ടറിഞ്ഞിട്ട് പോയാൽ മതി. പണ്ടാരോ പറഞ്ഞിട്ട് ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ട് എന്നമാരും നല്ല കുത്തനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കയറ്റത്തിന് കണ്ട് സുഖം ഈ ഇറക്കം തന്നെയാണ് കേട്ടോ. സുബഹ നിസ്കാരം കഴിഞ്ഞ അവിടെ 4 പേരും ചായ കുടിക്കാൻ ഇറങ്ങിയത്. എത്തിപ്പെട്ടത് ആമസോൺ വ്യൂ പോയിന്റിൽ. എങ്ങനെ ഇരിക്കണം. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയി കാണണം കേട്ടോ. മാത്രം ഓരോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ബാദ്ഷാ. അപ്പൊ ശരി, ബൈ. ചായ കുടിക്കാൻ വന്നിട്ടുള്ള നമ്മൾ അങ്ങനെ ഞാൻ ജ്യൂസും അവരും ഒരു വെള്ളം കുടിച്ചിട്ട് യാത്ര അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു ഗോയ്സ്.